ചേർത്തല വായനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വായനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC മുതൽ MBBS പരീക്ഷകൾ വരെ ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് AK പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. പച്ചക്കറി തൈ വിതരണം തണ്ണീർമുക്കം കൃഷി അസിസ്റ്റന്റ് ധന്യ S ശർമ്മ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് KG ഷാജി, ബാങ്ക് സെക്രട്ടറി ദീപ്തി ദിമിത്രോവ് തുടങ്ങിയവർ സംസാരിച്ചു. പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ പൂഴിയൊക്കെ ഇട്ട് നികത്തിട്ടുള്ള പറമ്പുണ്ട്, അവിടെ കൊണ്ടുപോയി ഇത് വെച്ച് കഴിഞ്ഞാൽ കിളക്കുമെന്ന് അറിയാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിച്ചട്ടിക്ക് തല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വെട്ടാവലിയുമെന്ന് വെട്ടിക്കളയും. അങ്ങനെ കുഴപ്പമുണ്ട്. ഞാൻ നേരത്തെ ഒരെണ്ണം അങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പറയാതെ എരിയാണെന്നറിയില്ല, കടിച്ച് മുറിച്ചില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെനിക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്നത് ഓണത്തിന് മുമ്പ്, ഓണത്തിൻ്റെ അന്ന് ഒരു മുറം പച്ചക്കറിയായി മാറണമെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ ഒരു മുറം പച്ചക്കറിയായി മാറാൻ പറ്റത്തില്ല. കാരണം അത് സമയം ഇനി ഓണത്തിനില്ല. വെണ്ടയായി മാറും. വെണ്ടയ്ക്ക് 2 മാസം മാത്രം മതി വളരാനായിട്ട്. അപ്പുറത്തുള്ള വഴുതനങ്ങ എത്രയ്ക്കാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് പാവയ്ക്കയും വെണ്ടയ്ക്ക വളരെ ഉറപ്പാണ്. ഓണത്തിന് മുമ്പ് അത് കറക്റ്റായിട്ട് വരുന്നത്. കൃഷി ഓഫീസിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഞാൻ മറ്റു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ളത് നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഓണക്കാലത്ത് വിളവെടുക്കാൻ പറ്റിയ രൂപത്തിൽ പച്ചക്കറി തൈകൾ നൽകി ആ പച്ചക്കറി തൈകൾ കൊണ്ടുപോയിട്ട് നട്ട് നനച്ച് വളർത്തി അതിൽ നിന്ന് കായ്ഫലം എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകാൻ പറ്റും. ഒരുപാട് അസുഖമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര അസുഖമാണ് നാട്ടിലൊക്കെ. ഭയങ്കര അസുഖം എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് വേറെ തന്നെ ഗവൺമെൻറ് ചെയ്തുകൊണ്ട് പരിധിക്ക് വലിയ മാരകമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്